ഗായ്സ്, അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ഫസ്റ്റ് നമ്മള് ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ ആരുടെ ഗിഫ്റ്റാ? തിരിഞ്ഞോ? ഇതാരുടെയാ? അല്ല, ബീനാമ്മയുടെ ഗിഫ്റ്റാ ഇത്. കരയല്ലേ കരയല്ലേ കരയല്ലേ. നമുക്ക് അത് കാണിച്ചേ, ഫ്ലവർ കാണിച്ചേ. ഇത് ആരാ ഡെക്കറേറ്റ് ചെയ്തത്? തതു. ഫിലോയും ഞാനും ഉണ്ട് ഗൈസ്, ഞാനും ഉണ്ട്. ഓക്കേ ഗൈസ്, അപ്പൊ അടുത്ത ഗിഫ്റ്റ് നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ഫ്രണ്ട് തന്നതാണ്. ഗസ് ചെയ്യാൻ പറ്റുമോ? അടുത്തുള്ളതൊന്നും അല്ല, കുറച്ച് ദൂരെയാ. തുറക്ക്. അത് ഓൾറെഡി ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചതാ. പക്ഷെ ആരാന്ന് ഗസ് ചെയ്യേ? കാണിച്ചേ. Okay guys, okay guys, this is from our classmate Kamarad Andreas. Yeah, Andreas കൊടുത്ത ഗിഫ്റ്റ് ആണ്. Andreas കൊടുത്ത ഗിഫ്റ്റ് ആണ്. താങ്ക് യു Andres. Dankeschön. ബർത്ത്ഡേ ഗേൾസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കാണ്. അത് കഴിഞ്ഞ് ഞങ്ങളും കൊടുക്കും. എന്നിട്ട് ഗിഫ്റ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കെല്ലാം ഓപ്പൺ ചെയ്യാം. ഓക്കെ, അങ്ങനെ മതിയോ? അതോ ആദ്യമേ തന്നെ അങ്ങ് ഓപ്പൺ ചെയ്യണോ? എന്താ വേണ്ടത്? എന്നാ അങ്ങനെ ആയിക്കോട്ടെ, കിട്ടുമ്പോ തന്നെ ഓപ്പൺ ചെയ്തോ. ഓക്കെ, അപ്പൊ കൊടുത്തോ. ഫസ്റ്റ് ആരാ കൊടുക്കുന്നത്? ഓക്കെ, ബെനിറ്റ് കൊടുത്തോ. അളിയ ഓവറാക്കി ചളവാക്കല്ലേ അളിയാ. നോക്ക് നോക്കട്ടെ. അളിയാ പെർഫ്യൂം ഏതാ? ഹായ് ഗൈസ്, ഇത് ചെറിയുടെ ഡി എന്ന് പറഞ്ഞൊരു പെർഫ്യൂം ആണ്. ഇത് അടിപൊളി മണം, എന്റെ ഫേവറേറ്റ് ആണ് ഗൈസ്. താങ്ക് യു. എനിക്കിതൊന്ന് കാണാൻ വയ്യ ഗൈസ്. അവള് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. താങ്ക് യു ഫോർ ഗിവിംഗ് മീ. ഓഹോ, അടുത്ത പ്രാവശ്യം മേടിച്ചെന്ന്. എന്നാലും മേടിക്കത്തില്ല. ഇനി എന്താ ഉള്ളത്? കേക്ക് ചപ്പയിൽ അളിയന് ചപ്പം. അളിയ എന്താ ഇത്? എല്ലാം ഒന്ന് പെട്ടെന്ന് കാണിച്ചേ. ഓ മൈ ഗോഡ് ഗൈസ്, ഇതിന്റെ ആൽബം ആണ്. ഫസ്റ്റ് കാണിക്കാൻ പറ്റില്ല. മൈ ചേച്ചി ഗൈസ്, വാവ്, സോ ക്യൂട്ട്. എല്ലാരും എന്റെ ജീവിതത്തിലെ എല്ലാ ഫേവറേറ്റ് പേഴ്സൺസ് ഉണ്ട് ഗൈസ്. അത് നമുക്ക് നോക്കാം, പിന്നെ നോക്കാം. എല്ലാരും ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാ? എന്റെ ജീവിതത്തിൽ എല്ലാ ഇതുണ്ട്. ഗൈസ് എല്ലാരും ഉണ്ട് ഗൈസ്. അതിനടുത്തെന്താ ക്ലിപ്പ് അല്ലേ? അളിയ അത്രയും വേണ്ട. ഓക്കെ കഴിഞ്ഞില്ലേ? ഓക്കെ, ഇനി അടുത്ത ആരാ? റിമോൾ കൊടുക്കുന്നത്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ബൊക്കെയാ വിത്ത് ക്രാഫ്റ്റ്. മുട്ടിട്ട് മുളപ്പിച്ച് വെള്ളവും വളവും കൊടുത്ത് വളർത്തി വലുതാക്കിയ രണ്ടുപേരും ഒന്നിച്ചു പോയി വാങ്ങി, ഒന്നിച്ച് ഒരേ എണ്ണത്തിൽ പൊതിഞ്ഞെടുത്ത എണ്ണം വേറെയാണ് കേട്ടോ. അതെ, അളിയന്റെ പെർഫ്യൂം അല്ലേ അത്? എല്ലാം പെട്ടെന്ന്. എന്നാലും ഒന്ന് വെറുതെ ഒന്ന് വായിച്ചു കിട്ടോ. അളിയ നോക്കട്ടെ കാണിച്ചേ. വാവ്, ഫാമിലി പിക്ക്.
ഇതിനകത്ത് ലാസ്റ്റ് കൊണ്ട് കൊണ്ടല്ലോ ഞങ്ങളുടെ കുടുംബ ആ അത് കൊള്ളാം. ഫോട്ടോ ഉണ്ടോ നിനക്ക്? ഇല്ല. താങ്ക്സ് അറിയാം. ഒന്നുകൂടെ തരുമ്പോ അളിയനായിട്ട് ഉണ്ടാക്കിയെടുത്ത പിക്ചർ ഉണ്ടാക്കിയതാ. വിത്ത് ഹെൽപ്പ് ഓഫ് നമ്മുടെ അളിയൻ, നമ്മുടെ മറ്റേ അളിയൻ. വലിയ വലിയ വാക്ക്, അതുകൊണ്ട് പിന്നെ വായിക്കാം. ഓക്കെ, അടുത്തത് എനിക്ക് അണ്ടാവി ചായ കുടിക്കണം. എനിക്ക് ചായ ഇല്ലാത്ത ജീവിതം എനിക്ക് പറ്റത്തില്ല. അവന്റെ സൈഡിൽ അടുത്തത് എനിക്ക് ബാഗ് വെച്ചാൽ എനിക്ക് ഞാൻ കഴിഞ്ഞുകൊണ്ട് വാവ്, അത് കൊള്ളാം. വീട് പോകുന്നു ഒട്ടിച്ചു വെക്കാന്ന്. അത് കൊള്ളാം, നല്ല രസമുണ്ട്. നല്ല ഓക്കെ. മൂത്ത പുത്രി ഇപ്പൊ അളിയ അതെന്താ കുപ്പിയാണോ അത്? പിന്നെ പൊട്ടിക്കാലോ. ഓക്കെ, ഇനി അടുത്ത് ആദ്യം സടിമോള് പൊട്ടിക്കട്ടെ. അതെ, 1000 റുപ്പീസോ 1000 യൂറോസ് 1000 റുപ്പീസ് എന്ന്. ആ കണ്ണടച്ചു ആ അല്ല പറ്റും. ഓക്കെ, അതെന്താ ഗൈസ് ട്രൈപോഡ്. വീഡിയോസ് എടുക്കാൻ താല്പര്യമുള്ള സടിമോക്ക് ഫിലോ. പക്ഷെ എനിക്ക് എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട് കൊടുക്കണം തന്നെ ഉണ്ടായിരുന്നു. അതെ, പിന്നെ സടിക്ക് വീഡിയോസ് എടുക്കുന്നത് ഒരു സടി കാരണം ഞങ്ങൾ ഫേമസ് ആക്കാൻ പോകുന്നത് കൊണ്ട്. അതെ ആ പോകുന്നോ ഫേമസ് ആയില്ലേ. വളർന്നു വരുന്ന ഒരു വീഡിയോഗ്രാഫറാ, ഇൻഫ്ലുവൻസർ. ഓ സോറി സപ്പോർട്ട് ഗൈസ്. ഞാൻ ചാനൽ തുടങ്ങാൻ എപ്പോഴും പറയായിരുന്നു, പക്ഷെ തുടങ്ങത്തില്ലായിരുന്നു. ഇവരൊക്കെ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് ഞാൻ തുടങ്ങിയത്. അത് ഗൈസ് സംഭവം എന്താ എനിക്ക് മനസ്സിലാവില്ല. പെട്ടെന്നൊന്ന് കാണിക്കേ. അതിനകത്ത് സാധനങ്ങളൊക്കെ തറയിലിടാതെ അങ്ങ് വിട്ടോണേ. ഇതാണ് ഗൈസ്. വാവ്, താങ്ക് യു. താഴോട്ട് ട്രൈപോഡ് ആവും. അത് വലിയ ഓക്കെ ഒരു ക്രോസ് ഞാൻ കണ്ടു. ഞാൻ തുറക്കട്ടെ. ഇത് എന്റെ വക. ഇത് പിന്നെ ബെനീറ്റയുടെ അമ്മയുടെ വകയുണ്ട്. ബെന്നളിയൻ ബെനീറ്റ നിക്കോടെ വക. ഇതെന്റെ മമ്മീച്ചിയുടെ വക. മമ്മീച്ചിയുടെ വകയെന്ന് പറഞ്ഞു, നമ്മളാരും പറഞ്ഞില്ല. നോക്ക് എനിക്കുണ്ട് ക്രോസ്. വാവ്. ഞാൻ സ്വീറ്റ് ആയോണ്ട് എനിക്ക് ഓക്കെ, എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാനുണ്ടോ ഗൈസ് എക്സ്പ്രഷൻ? അവരെ തുറക്കുമ്പോ നമുക്ക് നെഞ്ചി. അതെ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. ബെന്നിറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ എല്ലാം ഇട്ട് കൊണ്ട് നടക്കണം. ഡ്യൂട്ടിക്ക് പോകുമ്പോഴും എല്ലാം ഇടാൻ പറ്റും. ബെനീറ്റയുടെ ബാഗ് കുറച്ച് ഇതായിരുന്നല്ലേ. അരി വെച്ചിട്ട് അത് പൊട്ടിപ്പോയായിരുന്നു. സ്റ്റാൻഡേർഡ് വെച്ച് ബസ്മതി റൈസ്. ഓക്കെ, ഒരു നെക്ക് പീസ് ആണ് ഗൈസ്. ഹായ് പിങ്കി. ബിക്കോസ് ശ്വേത ക്യൂട്ടാ. ഗൈസ് വീണ്ടും പെർഫ്യൂം ലവർ ആണ് ഞാൻ. ഇന്നാണ് ഞാൻ പെർഫ്യൂം ലവർ ആയി. അല്ലെങ്കിൽ വീണ്ടും എന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും അനുസരിച്ച് ഞങ്ങള് ചായ കുടിക്കാൻ. ചേച്ചി
ചായ ഒരു കുഞ്ഞ് കപ്പ കുഞ്ഞ് എന്നെ പോലെ മേടിച്ചതാ. അല്ല ചേച്ചി എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ ആണ് ഹാരി പോട്ടർ. ആണോ? എനിക്കറിയാം. അതെന്താ അറിയോ, അത് ശരിക്കും പെന്നാണ്. അളിയൻ എന്റെ അടുത്ത് പറഞ്ഞു ഗിഫ്റ്റ് ആയിട്ട് അളിയൻ ഒരു പേനെങ്കിലും വാങ്ങി തന്നാൽ മതി. അപ്പൊ ഞാൻ ഒരു പേന വാങ്ങിച്ചു കൊടുക്കുന്ന മോശമല്ലേ? ആണ്. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്, പേന വിളിച്ചത്. ചോക്ലേറ്റ് പിന്നെ ചോക്ലേറ്റ് നാളെ തന്നെ കഴിക്കണ്ടല്ലോ. അതിന് തന്നിട്ട് പോയാൽ മതി, കുഴപ്പമില്ല. പിന്നെ വെച്ചതേ ഉള്ളൂ. അത് ഒരുപാട് കാണിച്ചു കൊടുക്കണ്ട. അത്ര നല്ല പീസ് അല്ല, ഞാൻ ഓർഡർ ചെയ്ത പോലെ അല്ല. ഒരു വാശ ഗൈസ്, ബട്ട് ദാറ്റ് കൊള്ളാം. നല്ല ഉണ്ട്. നല്ല ഒരു എക്സ്പെൻസീവ് കവർ. 3 മേടിച്ചതാ. അതിന്റെ ഒരു ഇതൊന്നും വന്നില്ല. ലെറ്റർ ഉണ്ട്. ബർത്ത്ഡേ കാർഡ് ആക്കുന്നു. ദിവസം ഹാപ്പി ബർത്ത്ഡേ, താങ്ക് യു വെരി മച്ച്. ഹാപ്പി 20 വിഷിംഗ് യു ഡേ ആസ് സ്പെഷ്യൽ ആസ് യു, സോ താങ്ക്ഫുൾ ഫോർ യു. ആഗ്രഹിക്കുന്ന എല്ലാം നടക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ അളിയ. അതിന്റെ പിള്ളേരുടെ പേരാണ് ഗൈസ്. പിള്ളേരുടെ പേരാണ് കാപ്രിക്കോ, കാപ്രു, അല്ലു. വീട്ടിൽ വിളിക്കുന്ന കേട്ടോ. വീട്ടിൽ വിളിക്കുന്ന പേര് മിത്തിലോ അണിയുന്നത്. വീണ്ടും അവൾ എനിക്ക് മുഖത്ത് കുരു ഐ ലവ് ദാറ്റ്. എന്റെ കേക്കില് ചേച്ചിക്കല്ലേ? എനിക്ക് നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ കവറിലിട്ടെന്നുകൊണ്ട് എല്ലാവർക്കും ആവും. എനിക്ക് പിന്നെ ഇനിയെല്ലാം ചോദിച്ചോ. ഓക്കെ, കഴിഞ്ഞില്ലേ? ഇനി ഞാനേ ഇനി അടുത്ത് ബേക്കിംഗ് ചെയ്യണം. എനിക്ക് തതു കപ്പ് സെയിം ബട്ട് ഡിഫറെന്റ്, ചക്കരാട്, സെയിം ബട്ട് ഡിഫറെന്റ്, പിന്നെ ഫെറാറോ, സെയിം ബട്ട് നോട്ട് ഡിഫറെന്റ്. യെസ്ലിക്ക് ഇല്ലാത്ത ക്ലിപ്പ്. എനിക്ക് അത്ര കൂടിയില്ല ഗൈസ്. ചടിക്ക് കുഞ്ഞു കിട്ടുന്നതില്ലേ? അതെ, എനിക്ക് ഈ ഉടുപ്പിന് മാച്ച് ആയിട്ടുള്ള. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ സാധനം കുഴിയുള്ള പാത്രം. അയ്യോ, അത് ഇത് പൂവ്. ഞാൻ എന്നോട് പറഞ്ഞു എനിക്ക് കുഴിയുള്ള പാത്രം, പൂവുള്ള കുഴിയുള്ള പാത്രം. എനിക്ക് അതുപോലെ പൂവുള്ള കുഴിയുള്ള പാത്രം, പൂവുള്ള കുഴിയുള്ള പാത്രം. എനിക്ക് പറയാൻ പറ്റിയ എനിക്ക് പിന്നെ എല്ലാം സ്ഥലത്ത് പിന്നെ അടുത്തത് എനിക്ക് ഷീസ് മൈ അല്ല അത് നല്ല സാധനം, ഇതും നല്ല സാധനം. സ്പ്രേ. പിന്നെ എനിക്ക് അതുകൊണ്ട് സ്പെഷ്യൽ letter from bottom of heart. ഞാൻ ബലൂൺ എന്ന് പറഞ്ഞോണ്ട് അവിടെ എനിക്ക് ബലൂണിന്റെ പടമുള്ളത്. മരിയ ബെന്റെ വിഷിംഗ് ഹാപ്പി ബർത്ത്ഡേ ടു യു അനാട്ടമി. ടോമി ആക്കി. പിന്നെ ഞാൻ ഇങ്ങോട്ടൊക്കെ സത്യം പറയട്ടെ, ഈ സാധനം ഞാൻ കണ്ടായിരുന്നു. നിങ്ങൾ അന്ന് ഷോപ്പിങ്ങിന് പോയിട്ട് വന്നപ്പോ ആ കവർ ചെയ്തിട്ട് ഞാൻ ഒടുക്ക തവിനായിട്ട് അല്ല, ഇതെന്തിനാണെന്നറിയോ നിങ്ങൾക്ക്? ജൂലൈ 3 തന്നുന്റെ ബർത്ത്ഡേ. അപ്പൊ അതിന് വേണ്ടി അവൾ ഇപ്പോഴെ സമ്പാദിക്കാൻ വേണ്ടി അവളെ കൊടുത്തു. ായിട്ട് എനിക്ക് ഒരു മാല വിത്ത് പൂക്കി സാധനം കൊണ്ട് എന്റെ ഉടുപ്പെല്ലാം മാച്ചിങ്ങാ. അടുത്തത് കീച്ചെയിൻ, എന്റെ പുതിയ ബാഗിലിടാൻ 2 ബാഗിൽ എനിക്ക്. പിന്നെ അടുത്തത് കമ്മല്, അത് ഹൃദയത്തിന്റെ ഷേപ്പ്, അതിന്റെ ഹൃദയം എനിക്ക്. ഇത്ര എക്സ്പ്രഷൻ പറയാ അടിയുടെ പേപ്പറാണ്. എനിക്ക് അതുകൊണ്ട് ഇത്രയും സമ്മാനവും പോക്കെയൊക്കെ എടുത്ത് വെരി വെരി താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇനി അളിയൻ എന്താ പറയാനുള്ളത്? അതെ, ഒരു മിനിറ്റ്. Thank you guys. I don't expect this much, but എനിക്കറിയില്ല, എന്റെ ഹൃദയം നിറഞ്ഞു പോയി. വയറൊക്കെ നിറഞ്ഞിട്ടില്ലേ ബിരിയാണി കഴിച്ചാൽ? എങ്ങനെയുണ്ട്? കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? ചോദ്യമാണ് ഇഷ്ടപ്പെടാതെ. പിന്നെ നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ഗ്രാൻഡായിട്ടൊക്കെ ആൾക്കാർ ഇത്രയും ഗിഫ്റ്റ് തരുന്നത്. എന്താ ഇത് ചവർകുമ്പാരം പോലെ കിടക്കുന്ന? എല്ലാം ഗിഫ്റ്റ്. അതൊന്നും ചവറല്ല, എല്ലാം ഗിഫ്റ്റാണ്, എല്ലാം ഗിഫ്റ്റാണ്. എന്താ അവിടെ നിൽക്കുന്നത്? എനിക്ക് ശരിക്കും ഒരു സാധനം തരുന്നുണ്ടായിരുന്നു, പക്ഷെ അത്രയും വലിയത് എനിക്ക് പറ്റത്തില്ലല്ലോ. എന്ത്? ഇല്ല, ഇത് adjust ചെയ്യണം. എന്നറിയാ അളിയ അല്ല അളിയൻ പാടിക്കോട്ടെ, അളിയൻ പാടിക്കോട്ടെ. അളിയമ്പാട് കണ്ടോണ്ട് എനിക്ക് ഇമോഷൻസ് പുറത്തു പറ്റില്ല. അളിയനത് എക്സ്പെക്ട് ചെയ്തോ? വെറുതെ എങ്കിലും ചുമ്മാ എങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞാൽ
അത് കുഴപ്പമില്ല, നമ്മൾ ഈ ബർത്ത്ഡേക്ക് കൊടുത്തു. അളിയ ഈ ബർത്ത്ഡേക്ക് അത് നമ്മളത് തന്നു. അടുത്ത ബർത്ത്ഡേക്ക് അളി നന്നായിട്ട് പാടിയിട്ട് പക്ഷെ അത് കൊള്ളാല്ലേ. അതിന്റെ പേരെന്താ തടി? സർപ്രൈസ് എന്തിര്? ഓക്കെ അങ്ങനെ നമ്മുടെ എല്ലാ സർപ്രൈസും കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി ആരെങ്കിലും വല്ലതും എവിടെയെങ്കിലും ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇവരുടെ ബർത്ത്ഡേ വൈൻഡപ്പ് ചെയ്യുന്നില്ല, ഇപ്പൊ തുടങ്ങുന്നതേ ഉള്ളൂ ഫങ്ഷൻസ് ആക്ച്വലി. പക്ഷേ അപ്പൊ നമ്മൾ ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനി ഞങ്ങൾക്ക് സമാധാനത്തോടെ കേക്ക് കഴിച്ച് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നിർത്തും. അപ്പൊ ഞാനിന്ന് സജ്ജിയുടെ യൂട്യൂബ് ചാനൽ ഏറ്റെടുക്കുകയാണ് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ മറക്കാതെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്